നമസ്കാരം, എല്ലാവർക്കും UV വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഉദയംപേരൂർ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ വെട്ടിക്കാപ്പള്ളി എന്ന് പറയുന്ന ജംഗ്ഷൻ, അതായത് 17-ാം വാർഡിൽ, ഉദയംപേരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ 17-ാം വാർഡിൽ വരുന്ന വെട്ടിക്കാപ്പള്ളിയിൽ നിന്നും കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഒരു കല്ലമ്മാട്ട് റോഡ് എന്ന് പറഞ്ഞ് ഒരു പുതിയ റോഡിന് വേണ്ടി ഒരുപാട് നാളുകളായി ജനങ്ങൾ കാത്തിരിക്കുന്നു. അവരെല്ലാം വഴിയെല്ലാം വിട്ടുകൊടുത്ത് പഞ്ചായത്തിലേക്ക് വഴിക്ക് വേണ്ടിയുള്ള സമ്മതപത്രം കൊടുത്ത് അത് പഞ്ചായത്ത് പാസ്സാക്കി. അവിടുത്തെ മെമ്പറായിട്ടുള്ള നിഷ ബാബു അവർ ഈ വിഷയത്തിൽ നന്നായിട്ട് ഇടപെടുകയും അതിൻ്റെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അവിടെ റോഡ് അനുവദിക്കാം എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മഴ വരുമ്പോൾ ആ റോഡിൽ നിറയെ വെള്ളം കയറുകയും തൊട്ടപ്പുറത്ത് കാട് പിടിച്ച പോലെ പറമ്പ് കിടപ്പുണ്ട്. ആ പറമ്പിൽ നിന്നും പാമ്പുകളും ഒക്കെ ഈ വഴിയിലേക്ക് രാത്രി വരികയും കുട്ടികളൊക്കെ നടന്നു പോകുന്ന റോഡാണ്. അവിടുത്തെ നാട്ടുകാരുടെ ദുരിത കാഴ്ചകളാണ് UV വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് പഞ്ചായത്തില് ഇത്തരം നാളായിട്ടും ആ ഒരു വഴിയിലേക്കുള്ള ടാറിങ് നടക്കാത്തത്? ഇപ്പൊ വഴിവിളക്കുമായി ബന്ധപ്പെട്ട് കുറെ നാളുകളായി അവര് വഴിവിളക്കില്ല എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ട് ഇപ്പൊ ഈ അടുത്ത് തന്നെ വഴിവിളക്ക് അവർക്ക് സജ്ജീകരിച്ചു കൊടുത്തിട്ടുണ്ട്. എങ്കിൽ എന്തുകൊണ്ട് ടാർ ചെയ്യുന്നില്ല എന്നാണ് അവരുടെ ചോദ്യം. കാരണം അവിടെ വെള്ളക്കെട്ട് വരുമ്പോൾ കുട്ടികളെയെല്ലാം തോളിൽ ചുമന്നു കൊണ്ടുപോയി പുറത്തേക്ക് കൊണ്ടുവരേണ്ട ഒരവസ്ഥയാണ് അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത്. വിസർജ്യങ്ങൾ കലങ്ങിയ വെള്ളമാണിത്. ഇവിടെ ഒരു 10-60 സെൻറ്റ് സ്ഥലം ബ്ലാങ്കായിട്ട് കിടപ്പുണ്ട്. അതിനകത്ത് സർവ്വ ജീവജാലങ്ങളും ഉണ്ട്. അല്ല, ഞാൻ ചോദിച്ചിട്ട് ഇപ്പോഴത്തെ നിങ്ങൾ പഞ്ചായത്തിലേക്ക് എഴുതി കൊടുത്തിട്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താ? അവരെന്താണ് പറയണത്? അവരൊന്നും പറയണില്ല. ഫണ്ടില്ല. നിങ്ങൾ ഈ വെള്ളത്തിലാണ് ഇപ്പൊ മഴക്കാലം വരുമ്പോൾ നിങ്ങൾ ഈ വെള്ളത്തിൽ നീന്തി വേണം നടക്കാൻ. പഞ്ചായത്തിലേക്ക് എഴുതി കൊടുത്തിട്ട് 1.5 അടി വെള്ളം പൊങ്ങും. 1.5 അടി വെള്ളം പൊങ്ങും. മുട്ടോളം വെള്ളം. ഓ, എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്താണ് ഇവിടെ മഴക്കാലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം വെള്ളക്കെട്ടാണ് ഈ വഴിയല്ലേ? ഇപ്പോഴത്തെ മഴയില്ലാത്തതുകൊണ്ട്. അത് മാത്രമല്ല, പാമ്പ്, അതിന് ലൈറ്റ് ഇല്ല. ഇതിപ്പോൾ പഞ്ചായത്തിലേക്ക് നിങ്ങൾ എഴുതി കൊടുത്ത വഴിയാണ്? എഴുതി കൊടുത്ത വഴിയാണ് ആണല്ലേ? മഴക്കാലം വന്നു നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. മഴക്കാലം വന്നിട്ട് മുട്ടിനൊരു വെള്ളമുണ്ട് ആണല്ലേ? അതിനിടയ്ക്ക് പാമ്പും ഇതൊക്കെ എല്ലാം ഉണ്ട്. ആണല്ലേ? ഇതിപ്പോൾ ഏത് വാർഡത്? 17-ാം വാർഡല്ലേ? എന്താ ദുരന്ത അവസ്ഥ നിങ്ങളുടെ വീട്ടിലേക്ക്? വീട്ടിലെന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലേക്ക് ഈ വഴി കൂടി വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. മര്യാദക്ക് വീട്ടിൽ പോകാം. മഴ പെയ്താൽ വെള്ളം നീന്തി തന്നെ പോകണം. പാമ്പ്, അട്ട, എന്തൊക്കെ സാധനങ്ങളാണെന്ന് ഒരു പിടുത്തം. അണലി, മൂർക്കൻ എല്ലാം ഉണ്ട്. നിങ്ങളെല്ലാവരും പഞ്ചായത്തിലേക്ക് ഈ വഴി എഴുതി കൊടുത്തിട്ട് ഇപ്പോൾ വർഷങ്ങളായി. അവരിപ്പോൾ നാളെ ചെയ്യും, മറ്റന്നാൾ ചെയ്യും. ആ വഴിയുടെ അറ്റത്തുനിന്ന് ഇങ്ങോട്ട് ഒന്ന് ഇറങ്ങാൻ പറ്റില്ല. അതൊന്ന് ഇച്ചിരി കൽപ്പൊടി അടിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു, ആ വെള്ളം വീണെടുത്ത് ഇത്തിരിച്ച മെറ്റൽപ്പൊടി വഴിയായിട്ട് നടക്കാൻ പാകത്തിനൊന്ന് അടിച്ചു തരാൻ പറയും. അതും പറ്റില്ല അവർക്ക്. അതും അവർ പറയണം ചെയ്യാം. ഇവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് എല്ലാ എസ്റ്റിമേറ്റും എല്ലാം എടുത്ത് പോയിട്ടുണ്ട്. വഴിയുടെ വീതിയും നീളവും ഒക്കെ എടുത്ത് പോയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമില്ല. അവർ ഇന്നേ വരെ ഈ വഴിയിലേക്ക്, ഇതെന്തോ ഒരു ശാപം കിട്ടിയ വഴി. അവർക്ക് നമ്മളോട് ഏതാണ്ട് വൈരായി. നമ്മ ഉള്ള വോട്ട് മുഴുവൻ അവർക്ക് ചെയ്യാൻ വേണം. പക്ഷേ ഇതാണ് നമ്മുടെ പാട്. ദുരന്തം തന്നെ. ഭയങ്കര ബോറാണ് വഴി. ഭയങ്കര ബോറെന്ന് പറഞ്ഞാൽ ഇപ്പം മഴ പോയല്ലേ ഉള്ളൂ. ഇതിപ്പോൾ ഇനി വരട്ടെ. അപ്പോൾ ഇത്ര പിള്ളേരൊന്നും സ്കൂളിൽ നിന്ന് എടുത്തിട്ടുണ്ടാവും തന്നെ. ഞങ്ങൾ സ്കൂളിൽ ചെറിയ പിള്ളേരെ ആണല്ലേ? അത്ര മോശമാണ് വഴി. 1.5 വർഷമായി പഞ്ചായത്തിലേക്ക് ഭൂമി കൊടുത്തിട്ട്. അതിന്റെ പേപ്പർ വർക്ക് നടക്കണമെന്നാണ് നമ്മളോട് പറയുന്നത്. എന്താണ് നിങ്ങളുടെ ഇപ്പോൾ പ്രശ്നം? എന്താണ് നിലവിലെ പ്രശ്നം? മഴ 2-3 മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ വെള്ളം നിൽക്കുവാണ്. ഇവിടെ അടുത്തുള്ള വീടുകളിലേക്കും നമ്മുടെ വീട്ടുമുറ്റത്തേക്കും വെള്ളം, റോട്ടിൽ നിന്നുള്ള വെള്ളം, ഈ പറമ്പുകളിൽ നിന്നുള്ള വെള്ളം, കുളത്തിലെ വെള്ളം എല്ലാം ഇപ്പം നമ്മുടെ വീടുകളിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ മെമ്പർ ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ലേ? മെമ്പറുമായിട്ട് സംസാരിച്ചിരുന്നു. നമ്മൾ സംസാരിക്കുമ്പോൾ പഞ്ചായത്തിൻ്റെ വർക്ക് അതിനകത്ത് ഫണ്ടാവാത്തത് കൊണ്ടാണ് പെൻഡിങ് ആവുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ആ റോഡിലേക്ക് പോകുന്ന വഴി ആകെ കാടെല്ലാം പിടിച്ച്, ഒരു സൈഡിൽ മതിൽ കോമ്പൗണ്ടിന്റെ അകത്ത് കാട് പിടിച്ച് ഒരു വർഷങ്ങളായി അടച്ചിട്ടിരിക്കുന്ന ഒരു വീടും അവിടെ നിറച്ചും എന്താ പറയുക, ഒരു ഏകദേശം ഒരു കാട് പോലെ തന്നെ. അവിടെ നിന്നാണ് ഈയിടെയായിട്ട് മലമ്പാമ്പ്, പെരുമ്പാമ്പിനെ എല്ലാം അവിടെ നിന്ന് പിടിച്ചത്. അതുപോലെ തന്നെ മൂർക്കം പാമ്പിന്റെ ശല്യം. അങ്ങനെ പൊതുവെ അവിടുത്തെ ജനങ്ങളുടെ ദുരിത കാഴ്ചകളാണ് UV വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വിഷയത്തിൽ അടിയന്തരമായി ഉദയംപേരൂർ ഗ്രാമപഞ്ചായത്തിന്റെ അധികൃതർ ഇടപെടും എന്ന വിശ്വാസത്തോടു കൂടി ഇന്നത്തെ വാർത്ത ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.